ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഏകദേശം അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓർഗനൈസിംഗ് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ അതുപോലെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഓർഗനൈസേഷൻ ചാർട്ട് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ എലമെന്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ അഞ്ചാമത്തെ മൊഡ്യൂളായ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഫംഗ്ഷണൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഡിവിഷണൽ ഓർഗനൈസേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ഫംഗ്ഷണൽ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ഡിവിഷണൽ ഓർഗനൈസേഷനും എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അടുത്ത മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആറാമത്തെ മൊഡ്യൂളായ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ ആണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അക്കൗണ്ടിംഗ് ലെജൻഡ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്താണ്, ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണ് അടുത്ത മൊഡ്യൂളായിട്ട് നമുക്ക് ഈ ഓർഗനൈസേഷൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്നൊരു ബേസിക് ഐഡിയ ആണ് ഞാൻ തരാൻ പോകുന്നത്. ഇറ്റ് ഈസ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന വേർഡ് മീനിങ്ങിൽ പറയുന്നത് ഫോർമൽ റിലേഷൻഷിപ്പ് ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവിടെ എന്തില്ല, ബ്ലഡ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള റിലേഷൻഷിപ്പോ ഒന്നും അവിടെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഒന്നും അവിടെ ഇല്ല. ജസ്റ്റ് പ്യൂർലി റിലേറ്റഡ് വിത്ത് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ബേസ് കൊണ്ട് എന്താണ് അവിടുത്തെ എംപ്ലോയീസും എംപ്ലോയറും മാനേജറും സുപ്പീരിയറും സബോർഡിനേറ്റും ഇവരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു. ഈ കീപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണെന്ന് സങ്കല്പിക്കുക. എന്റെ സുപ്പീരിയർ ആയിട്ട് വരുന്നത് എന്റെ മകനാണ്, SI ആയിട്ട് വരുന്നതെന്ന് സങ്കല്പിക്കുക. ഈ സമയത്ത് ഞാൻ അവിടെ അച്ഛൻ മകൻ എന്നുള്ള റിലേഷൻഷിപ്പ് അല്ല കാണിക്കേണ്ടത്, തിരിച്ച് എന്റെ സുപ്പീരിയർ സബോർഡിനേറ്റ് എന്നുള്ള എന്റെ സുപ്പീരിയർ ആണ് എന്റെ മകൻ, ഒരു റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റൂ. അത്തരം റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർമൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് നോക്കാം. ദ ഫോർമൽ ഓർഗനൈസേഷൻ മീൻസ് the organization structure designed and established by the management to achieve organizational goal. Organizational goal നേടിയെടുക്കാൻ വേണ്ടി എന്താണ് സുപ്പീരിയർ സബോർഡിനേറ്റ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ ഇവർ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It is a structure of authority, responsibility, line of command, clear definition of the job will be സ്പെസിഫൈഡ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഓരോരുത്തരുടെ ആ സ്ട്രക്ചറിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കും ഏത് രീതിയിലാണ് അവിടുത്തെ അതോറിറ്റി, പിന്നെ അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഏത് രീതിയിലാണ്, ലൈൻ ഓഫ് കമാൻഡ് ഏത് രീതിയിലാണ്, ആർക്കൊക്കെയാണ് ആരോടാണ് കമാൻഡ് ഉള്ളത്, ആർക്കൊക്കെയാണ് ആരോടാണ് ഓർഡർ ചെയ്യാനുള്ള അധികാരമുള്ളത്, പിന്നെ അതുപോലെ തന്നെ ഓരോ ജോബിന്റെയും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഓരോ ജോബും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഇതെല്ലാം സ്പെസിഫിക് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ എന്തില്ല, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല, ഓൺലി റിലേറ്റഡ് ടു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷണൽ സ്ട്രക്ചറിലൂടെയുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഫോർമൽ ഓർഗനൈസേഷൻ എന്നുകൊണ്ട് മനസ്സിലാക്കേണ്ടതായിട്ട് വരിക. ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ബിസിനസ്സിൽ ഉള്ളിടത്തോളം കാലം ആ ഒരു ബിസിനസ്സിന് അതിൻ്റെതായ കുറെ മേന്മകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ആ ഒരു ഫോർമൽ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പോരായ്മകൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് ഒരു ഫോർമൽ ഓർഗനൈസേഷൻ കൊണ്ട് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന മേന്മകൾ അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്, ഇവിടെ ഞാൻ മെയിൻ ആയിട്ട് ഒരു 5 പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1 എന്താണ്, ഓർഗനൈസേഷണൽ വർക്ക് ക്യാൻ ബി ഡൺ ഓർഡർലി ആൻഡ് സിസ്റ്റമാറ്റിക്കലി. അവിടെ ഓർഗനൈസേഷന്റെ വർക്ക് ഏത് രീതിയിലാണ് ഡൺ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് എന്താണ്, ഒരു ഓർഡർ ഉണ്ടായിരിക്കും, അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എല്ലാം ഫോളോ ചെയ്യും. ദാറ്റ് ഈസ് ടോപ്പിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ കിട്ടും, ഓർഡർ കിട്ടും, ഈ ഓർഡർ തൊട്ടടുത്ത ഹൈറാർക്കി ലെവൽ മാനേജ്മെന്റ് എന്ത് ചെയ്യും, അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കും, അല്ലെന്നുണ്ടെങ്കിൽ തൊട്ട് താഴത്തോട്ട് അത് പാസ് ചെയ്യുക ചെയ്യും. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ആ ബിസിനസിന്റെ എൻറ്റയർ ഗോൾ എന്താണ്, അത് അച്ചീവ് ചെയ്യുന്ന ലെവലിലോട്ട് എത്തിച്ചേരാൻ സഹായിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് ഈ ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്താ പറയുന്നത്, അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക്. വർക്ക് എന്ത് ചെയ്യുന്നു, വർക്കിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കുന്നു. ടോപ്പിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്, ഈ സെയിം ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ടോപ്പിൽ നിന്ന് എഗെയിൻ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് നമുക്ക് ടോപ്പ് ലെവലിലോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അത്തരം ജോബ് നമുക്ക് വീണ്ടും അസൈൻ ചെയ്ത് തരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ദാറ്റ് ഈസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് അവിടെ ഇല്ലാതാക്കാൻ ഈ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ എന്താ പറയുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് ഈസ് മെയിൻറ്റെയിൻഡ്. ദാറ്റ് ഈസ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഹെൻറി ഫിയോളിന്റെ പ്രിൻസിപ്പിൾസിൽ ഊന്നൽ കൊടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സുപ്പീരിയർ മാത്രമായിരിക്കും കുറെ ഫോളോവേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റിന് ഓർഡർ കൊടുക്കാനുള്ളത്. അപ്പൊ അത്തരം ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, യൂണിറ്റി ഓഫ് കമാൻഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നാലാമത്തെ എന്താ പറയുന്നത്, ഇറ്റ് പ്രൊവൈഡ്
ഓർഗനൈസേഷൻ ഓർഗനൈസേഷന്റെ സ്ഥിരതയ്ക്ക് ഈ ഒരു ഫോമൽ ഓർഗനൈസേഷൻ വെരി ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് ഈസ് അവിടെ എന്തില്ല, ഒരു കൊളീഷൻ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല, ഒരു ഈഗോ പ്രോബ്ലം എറൈസ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ലാസ്റ്റ് വൺ എന്താണ്, കോർഡിനേഷൻ ഈസ് പോസിബിൾ എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോർഡിനേഷൻ വെരി പോസിബിൾ ആണ്. ദാറ്റ് ഈസ് സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് മസ്റ്റ് ആയിട്ട് സബോർഡിനേറ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ, അല്ലാതെ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സ്മൂത്ത് ആയിട്ടുള്ള കോർഡിനേഷൻ പാർട്ടൊക്കെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഫോമൽ ഓർഗനൈസേഷന്റെ ഇമ്പോർട്ടന്റ് ഗുണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് ഡ്രോബാക്കുകളുണ്ട്. എന്തൊക്കെയാണ് ഡ്രോബാക്ക് എന്നാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫോമൽ ഓർഗനൈസേഷൻസ്. നമ്മൾ എപ്പോഴും ഗുണങ്ങൾ പറയുമെങ്കിലും ചില സിറ്റുവേഷൻസിൽ ഈ ഒരു ഫോമൽ ഓർഗനൈസേഷൻ നേരെ എഗൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഏതൊക്കെ സന്ദർഭങ്ങളിലാണെന്ന് പറയുന്നത്, ഇറ്റ് മേ ലീഡ്സ് ടു പ്രൊസീജിയർ ഡിലേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്കൊരു ബോട്ടം ലെവലിലുള്ള മാനേജ്മെന്റിന് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ടോപ്പിൽ നിന്ന് തീർച്ചയായിട്ടും എന്ത് കിട്ടിയിരിക്കണം, ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കണം. എങ്കിൽ മാത്രമേ എന്താണ് ബോട്ടം ലെവലിലുള്ള എംപ്ലോയീസ് ആയാലും മാനേജ്മെന്റ് ആയാലും ആക്ട് ചെയ്ത് തുടങ്ങുകയുള്ളൂ. സോറി, അവിടെ നിന്നൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസിഷൻ കിട്ടാനുള്ള ഡിലേ സംഭവിക്കാനുള്ള ചാൻസസ് എപ്പോഴും വളരെ കൂടുതലാണ്. സോ അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഓർഗനൈസേഷന് ഗോൾ അച്ചീവ് ചെയ്യാൻ ചിലപ്പോൾ ഡിലേ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. എന്താ പറയുന്നത്, ഇനാഡിക്വേറ്റ് റിക്കഗ്നിഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി. ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ എംപ്ലോയി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡിവിഷൻ ചെയ്യുന്ന വർക്കുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റിവിറ്റി എന്ത് ചെയ്യുന്നു, ആരും മൈൻഡ് ചെയ്യാതെ പോകുന്നു. എന്തുകൊണ്ടാണ്, അവിടുത്തെ റിസൾട്ട് എടുക്കുന്നത് എൻറ്റയർ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ ഡിസിഷൻ എടുക്കുന്നത്. എൻറ്റയർ റിസൾട്ട് എടുക്കുമ്പോൾ നമ്മൾ അവിടെ നടക്കുന്ന പെർഫോമൻസ് ലെവൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ അവിടുത്തെ ക്രിയേറ്റിവിറ്റി എന്തെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. അതുമായിട്ട് പ്രവർത്തിക്കുന്ന ചില എംപ്ലോയീസ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വർക്ക് എന്ത് ചെയ്യുന്നില്ല, ടോപ്പ് ലെവൽ അവർ അംഗീകരിക്കുന്ന ലെവലിലോട്ട് എത്തിപ്പെടാനുള്ള ചാൻസസ് വളരെ കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. മൂന്നാമത്തെ എന്താ പറയുന്നത്, സോഷ്യൽ നീഡ്സ് ഓഫ് എംപ്ലോയീസ് ആർ നോട്ട് ടുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ സോഷ്യൽ നീഡ്സ്, ഒരു എംപ്ലോയീസിന്റെ സോഷ്യൽ നീഡ്സ് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ സുപ്പീരിയർ എന്ത് ചെയ്യും, സബോർഡിനേറ്റിന് ഇൻസ്ട്രക്ഷൻ പാസ് ചെയ്യും. ചിലപ്പോൾ ആ സബോർഡിനേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വ്യക്തിയുടെ മെന്റാലിറ്റി അനുസരിച്ച് ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. പർട്ടിക്കുലർ സബോർഡിനേറ്റിന്റെ മെന്റൽ ആറ്റിറ്റ്യൂഡ് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടുന്ന് ഓർഡർ കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. അവിടെ എന്തൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കില്ല അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നാലാമത്തെ എന്താ പറയുന്നത്, ഇറ്റ് പ്ലേസസ് മോർ എംഫസിസ് ഓൺ ദ സ്ട്രക്ചർ ആൻഡ് വർക്ക്. ഇവിടെ എന്ത് ചെയ്യുന്നതാണ്, there is no social responsibility, സോഷ്യൽ കമ്മിറ്റ്മെന്റുകൾ അവിടെ ഇല്ല. അവിടെ വർക്കിനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനോട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതാണ് എന്താണ് ഓർഗനൈസേഷൻ, ഫോമൽ ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ ഗുണങ്ങൾ എന്താണ്, അതുപോലെ തന്നെ അതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ്. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിന്റെ റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്താണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ക്ലാസ് തരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും